വെജ് ആക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവരതിൻ്റെ മെയിൻ മീൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് പച്ചക്കറി ഇതെല്ലാം കൂട്ടണം. മീൻ ചിക്കൻ കഴിക്കുന്ന ആൾക്ക് അതുകൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ അവർക്കൊരു കംപ്ലീറ്റ്നെസ് കിട്ടും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ അവർ സ്നാക്കിന് പുറകെ പോകും. നിറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇനി ഒന്ന് കുറയ്ക്കാനുണ്ടോ, ചിലപ്പോൾ മിക്സ്ചർ ആവാം, ചിപ്സ് ആവാം, ഇങ്ങനെയുള്ളതിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ അളവ് കുറയ്ക്കുന്നതിന് വലിയ ഡിഫറൻസ് അവിടെ വരുത്തുന്നില്ല. അങ്ങനെ ആവാണ്ടിരുന്നാൽ മതി. അപ്പോൾ രാത്രിയിൽ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഹെൽത്തി സ്നാക്സ് ആയിട്ടാണ് നമ്മൾ കുറച്ച് നട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നവരുണ്ട്. ദഹന പ്രശ്നം ഉള്ളവരുണ്ടെങ്കിൽ ഈ മറ്റേ ഡേറ്റ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ സാരമില്ല. പക്ഷെ അത് കൂടുതലായി കഴിയുമ്പോൾ ചിലപ്പോൾ അതും ഈ നാരിന്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് സ്മൂത്തി ആയിട്ടൊക്കെ കലക്കി കൊടുക്കാലോ അല്ലേ? രാത്രിയിൽ അങ്ങനെ എടുക്കുമ്പോൾ അഗൈൻ എനർജി കണ്ടന്റ് കൂടുക ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു ജോലി വർക്കൗട്ട് കഴിഞ്ഞ് വന്നു, അല്ലെങ്കിൽ ഒരു കളിച്ച് കഴിഞ്ഞിട്ട് വന്നു, ദാറ്റ് ഈസ് ഓക്കെ. കാരണം ആ ഒരു അപ്പോഴത്തെ റിക്വയർമെന്റ് ഒന്നും വേണം. പക്ഷെ നോർമലി ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴോ ഒക്കെ ഇതായിട്ട് എടുത്ത് കുടിക്കുവാണെങ്കിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമ്മളത് കുടിച്ചു കഴിഞ്ഞു. അതിന്റെ അത്ര എനർജി ബോഡി കയറുവാണ്. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സുഖം കിട്ടുമായിരിക്കാം, പക്ഷെ ഉദ്ദേശിക്കുന്ന ആ എനർജി കൺട്രോളിനേക്കാളും ബോഡി വേഗം അത് വലിച്ച് കുറച്ചും കൂടെ ഡെപ്പോസിറ്റിലേക്ക് പോവുകയാണ്. ഫാറ്റി ലിവർ പോലെ, അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നില്ല, കൂടുന്നുണ്ട് പക്ഷെ വെയിറ്റ് കുറയില്ല, അങ്ങനെയുള്ള ഇതിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും.